ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം നോക്കാം. കസ്കോ നു കൗതസ്കുത ഏഷ വിസ്മയോ വിശങ്കടം യച്ഛകടം വിപാടിതം ന കാരണം കിഞ്ചിദിഹേതി തേ സ്ഥിതാ സ്വനാസികാ ദത്തകരാസ്ത്വദീക്ഷകാ. കസ്കോനു കൗതസ്കുത ഏഷ വിസ്മയോ. കസ്കോനു, കസ്കഹ നു ആണ് കസ്കോനു. കസ്കഹ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതുണ്ടായത്? കൗതസ്കുത എങ്ങനെയുണ്ടായി? ഇതെന്തൊരു അത്ഭുതമാണ്. ഏഷ വിസ്മയോ, ഏഷ എന്നാൽ ഇത്, വിസ്മയം അത്ഭുതം, ഇത് അത്യത്ഭുതം തന്നെ. ഇതെങ്ങനെ സംഭവിച്ചു? അതായത് അവിടെ കിടന്നിരുന്ന വലിയൊരു മരത്തിൻ്റെ വണ്ടി, നമ്മൾ പണ്ടൊക്കെ കൈവണ്ടി എന്നൊക്കെ പറയുമായിരുന്നു നാട്ടിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു വണ്ടി അവിടെ കിടക്കുന്നു. അതിൻ്റെ സമീപത്തായിരുന്നു ഈ ഉണ്ണിയെ കിടത്തിയിട്ട് പോയത് യശോദാമ്മ. ഇടയ്ക്ക് ഇങ്ങനെ വലിയൊരു ശബ്ദത്തോടു കൂടി ഈ വണ്ടി പൊട്ടിത്തെറിക്കുവാൻ എന്താണ് ഇവിടെ ഉണ്ടായത്? ഇത് എങ്ങനെ സംഭവിച്ചു? അവർക്ക് ഏറ്റവും അതിശയം തോന്നിയത് ആ കൃഷ്ണനുണ്ണി അടുത്ത് കിടക്കുകയായിരുന്നു. പക്ഷെ ആ ഉണ്ണിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അവിടെ ആകെ മരത്തടികളെല്ലാം പൊട്ടിച്ചിതറിയിട്ടുണ്ട്. എന്നിട്ട് നോക്കൂ, ഒരു പോറൽ പോലും ഏൽക്കാതെ കൃഷ്ണനുണ്ണി അങ്ങനെ അവിടെ ശയിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് പൊട്ടിയത്? കുട്ടികൾക്ക് ആർക്കും ഒരു അപകടവും വന്നിട്ടില്ല, ഉണ്ണിക്കും അപകടമൊന്നും വന്നിട്ടില്ല. ഇതെന്ത് വിസ്മയമാണ്! എന്താണ് ഇവിടെ സംഭവിച്ചത്? വിശങ്കടം യച്ഛകടം വിപാടിതം. വിശങ്കടം എന്ന് പറഞ്ഞാൽ വലിയൊരു, ഇത്രയും വലിയ ഒരു, യച്ഛകടം, യഥ ശകടമാണ് യച്ഛകടം. ഇത്രയും വലിയ ഈ ഒരു ശകടം എന്നാൽ വണ്ടി, അതായത് വലിയ ചാടുകളുള്ള വണ്ടി. വിപാടിതം, തകർന്നു കിടക്കുന്നുവല്ലോ. അതായത് ശരിക്കും അത് പൊടിയായി മാറി, വെറും ചീള് കഷ്ണങ്ങളായിട്ട് അത് മാറിയിരിക്കുന്നു. ഇതെങ്ങനെയാണിത് സംഭവിച്ചത്? ഇതെന്തൊരു അത്ഭുതമാണിത്! ഇതെങ്ങനെ ഉണ്ടായി? ന കാരണം, ഒരു കാരണവും കാണുന്നില്ലല്ലോ ഭഗവാനെ. കിഞ്ചിദിഹേതി തേ സ്ഥിത. കിഞ്ചിത് ഇഹ ഇതിയാണ് കിഞ്ചിദിഹേതി. കിഞ്ചിത് എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ. ന കാരണം കിഞ്ചിത് എന്ന് പറഞ്ഞാൽ ഒരു കാരണവും ഞങ്ങളിവിടെ കാണുന്നില്ലല്ലോ ഭഗവാനെ. ഇതി, ഇപ്രകാരം. ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ, അതായത് അവിടെ ആ വണ്ടി പൊട്ടുന്നതിന് വേണ്ടതായിട്ടുള്ള ഒരു കാരണവും കാണുന്നില്ല. ഇത് എന്ന തേ സ്ഥിതാഹ. തേ എന്ന് പറഞ്ഞാൽ അങ്ങയെ തന്നെ, അങ്ങയുടെ അടുത്ത് നിന്നുകൊണ്ട്. കാരണം ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു വലിയ അപകടം നടക്കണമെങ്കിൽ എന്തെങ്കിലും തക്കതായ കാരണമുണ്ടോ എന്നാണ് ഈ ഗോപന്മാരും ഗോപസ്ത്രീകളുമൊക്കെ ചുറ്റിനും പരതിയത്. അങ്ങനെയൊന്നില്ല എന്ന് അങ്ങയുടെ അടുത്ത് നിന്ന് മനസ്സിലായപ്പോൾ സ്വനാസികാ ദത്തകരാസ്ത്വദീക്ഷക. സ്വനാസിക, അവനവൻ്റെ നാസികമേൽ, അതായത് മൂക്കിൽ, ദത്ത എന്ന് പറഞ്ഞാൽ വെച്ച അല്ലെങ്കിൽ കൊടുത്ത, അതായത് അവരവരുടെ മൂക്കിന്മേൽ വെച്ച്, എന്ത്, കര, കൈ മൂക്കിന്മേൽ വെച്ച്, കൈവിരൽ മൂക്കിൽ വെച്ചിട്ട്, ത്വദീക്ഷക, ത്വത് അങ്ങയെ തന്നെ, ഈക്ഷക നോക്കിക്കൊണ്ട്, ഇങ്ങനെ അങ്ങയുടെ അടുത്ത് തന്നെ നിന്നുകൊണ്ട്, അല്ലയോ ഭഗവാനെ, അവരൊക്കെ ഇങ്ങനെ അത്യാശ്ചര്യപ്പെട്ടു. ഇതെന്താണിപ്പോൾ ഇവിടെ നടന്നത്? പ്രത്യേകിച്ചൊരു കാരണം കൂടാതെ ഈ വണ്ടി എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത്? ഒരു കാരണം ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ എൻ്റെ ഭഗവാനെ എന്ന് മൂക്കത്ത് വിരൽ വെച്ച് അവരൊക്കെ അത്യാശ്ചര്യം പൂണ്ടു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കസ്കോ നു കൗതസ്കുത ഏഷ വിസ്മയോ വിശങ്കടം യച്ഛകടം വിപാടിതം ന കാരണം കിഞ്ചിദിഹേതി തേ സ്ഥിതാ
സ്വനാസികാദത്തകരാസ്ത്വദീക്ഷകാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യച്ചകടം, അവിടെ ഛ കൂട്ടക്ഷരമാണ്, യത് ശകടമാണ്. പദം പിരിച്ചു പറയാനല്ല, പക്ഷെ വായിക്കുമ്പോൾ അത് കൂട്ടക്ഷരമാണെന്ന് മനസ്സിലാക്കി വായിക്കുക. അതുപോലെ കിഞ്ചിതിഹേതി, കിഞ്ചിത് ഇഹ ഇതിയാണ്, അത് പദം പിരിക്കണ്ട. കിഞ്ചിതിഹേതി, ദായുടെ ഇകാരം ശ്രദ്ധിക്കുക. അതുപോലെ സ്ഥിതാ, ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. നാലാമത്തെ പാദം വരുമ്പോഴേക്കും അത് പൂർണ്ണമായും തന്നെ സമസ്തപദമാണ്. സ്വനാസികാദത്ത കരാസ്ത്വദീക്ഷകാ, അവിടെ അത് ചേർത്ത് തന്നെ വായിക്കണം മുഴുവനും. തന്നെയുമല്ല, ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. അതുകൊണ്ട് തന്നെ വായിച്ചു നിർത്തുമ്പോൾ പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുകയും ചെയ്യുക. ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകമാണ്. കുമാരകസ്യാസ്യ പയോധരാർത്ഥിന പ്രരോദനേ ലോലപദാംബുജാഹതം മയാ മയാ ദൃഷ്ടമനോ വിപര്യഗാദിതീശതേ ബാലക ജഗോ. തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ആ തകർന്നു കിടക്കുന്ന വലിയൊരു വണ്ടിയുടെ സമീപം യാതൊരു കുഴപ്പവും കൂടാതെ കൈകാലിട്ടിളക്കി കളിച്ചുകൊണ്ട് കിടക്കുന്ന കൃഷ്ണനുണ്ണിയെ. ആ കൃഷ്ണനുണ്ണിയെ നോക്കി നിൽക്കുന്തോറും ഈ അവിടെ കൂടി നിന്നിരുന്ന എല്ലാ ഗോപന്മാരുടെയും ഗോപസ്ത്രീകളുടെയും ഉള്ളിൽ ഈ വണ്ടി തകർന്നത് കൊണ്ടുണ്ടായ ഒരു ആഘാതം, അതിൻ്റെ ആ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു വന്നു. ഈ ഉണ്ണിയുടെ കളിച്ചിരികളിൽ അവരെല്ലാം അങ്ങനെ മറക്കുകയായി. ഇപ്പോൾ ഇവിടെ നടന്ന ആ വലിയൊരു ദുരന്തത്തെക്കുറിച്ചല്ല അവരപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പതിയെ പതിയെ ആ ഉണ്ണിയുടെ കളികളിൽ അങ്ങനെ മതിമറന്നു പോവുകയാണ്. അതും ഭഗവാന്റെ ഒരു മായയാണ്. തൻ്റെ മായ കൊണ്ട് അവർക്കുണ്ടായ ഈ ഒരു ഷോക്ക്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം കൊണ്ട് അവരുടെ ഉള്ളിലേറ്റ വലിയൊരു വിങ്ങൽ, അതൊന്ന് കുറയ്ക്കുവാൻ ഭഗവാൻ കാണിച്ച ഒരു മായയാണ്. അവിടെ കൈകാലിട്ട് ഇളക്കി അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവർക്ക്, ഈ ചുറ്റും കൂടി നിൽക്കുന്ന ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കുമൊക്കെ ആശ്ചര്യം കൂടി നിൽക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അവരപ്പോൾ എന്താ ചെയ്യുക? ഈ ഉണ്ണിയെ നോക്കാൻ തൊട്ടടുത്തൊക്കെ, കാരണം അവർ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു കാരണവും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് തൊട്ടടുത്ത് ഉണ്ണിയെ കാവലേൽപ്പിച്ചിട്ട് പോയത് ഏതൊരു ബാലകന്മാരെയാണോ, ആ ബാലകന്മാരെ, ആ കുട്ടികളെയൊക്കെ വിളിച്ചു എടുത്ത് എന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? എങ്ങനെയാണ് ഈ വണ്ടി പൊട്ടിപ്പോയത്? എന്താണ് ഇവിടെ ഉണ്ടായത്? പറയൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെയൊക്കെ ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിച്ചറിയുവാൻ തുടങ്ങി. അവരുടെ ആശ്ചര്യം അപ്പോഴും വിട്ടുമാറുന്നില്ല. അപ്പോൾ കുട്ടികൾ ഓരോരുത്തരോരോന്ന് പറയുകയുണ്ടായി. എന്താ അവർ പറഞ്ഞത്? കുമാരകസ്യ പയോധരാർത്ഥിന, കുമാരകസ്യ അസ്യ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. കുമാരകസ്യ അസ്യ, ഈ കുമാരകസ്യ, ഈ ഉണ്ണിയുടെ പയോധരാർത്ഥിന, അതായത് പാല് കുടിക്കുന്നതിനു വേണ്ടി വിശന്നിട്ട് അതിങ്ങനെ കൈകാലുകളിട്ട് ഇളക്കി കരയുവാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ, കാലിട്ടടിച്ച് കരയുവാൻ തുടങ്ങിയപ്പോൾ, പയോധരാർത്ഥിന, പാല് കുടിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രരോദനെ, കരഞ്ഞു. എങ്ങനെ? കൈകാലുകളൊക്കെ ഇട്ടിളക്കി സാധാരണ ഉണ്ണികൾ കരയുന്നത് പോലെ ഈ ഉണ്ണി ഒന്ന് കരഞ്ഞു. അപ്പോൾ ലോലപദാംബുജാഹതം, ഈ ഉണ്ണിയുടെ ഈ കുഞ്ഞു കാലില്ലേ, ഈ മൃദുവായിട്ടുള്ള ഈ പാദങ്ങൾ, ആ ലോലപദാംബുജ ആഹതം, ആഹതം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ ആ പിഞ്ചു കാല് വന്ന് അടിച്ചു, കൈകാലുകളിട്ട് ഇളക്കി കിടന്ന് കരയുമ്പോൾ
കരയാൻ തുടങ്ങിയതും ഈ ഉണ്ണിയുടെ ഈ കുഞ്ഞു കാലില്ലേ, ഈ കാല് വന്ന് ആ ശകടത്തിലൊന്ന് തട്ടി. അപ്പോൾ ആഹതം എന്ന് പറഞ്ഞാൽ അവിടെ വന്നൊന്ന് തട്ടി. മയാമയാ ദൃഷ്ടമനോ, മയാമയ എന്നാൽ, അതായത് ഞാൻ കണ്ടതാണ്, ദൃഷ്ടം, മയാമയാ ദൃഷ്ടം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കണ്ടതാണ്. ഓരോ കുട്ടികളും പറയുന്ന ഇത് തന്നെ, എന്താ, ഈ ഉണ്ണിയുടെ കാല് വന്ന് തട്ടിയതാണ് ആ വണ്ടിയിൽ, ഞാൻ കണ്ടതാണ്, ഞാൻ കണ്ടതാണ്. എല്ലാവർക്കും ഇത് തന്നെ പറയുവാനുള്ളൂ. ദൃഷ്ടം അനഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദൃഷ്ടം അനഹ. അനഹ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് തൻ്റെ പിഞ്ചു പാദങ്ങൾ കൊണ്ടിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ ആ വണ്ടിയിൽ തട്ടിയത് ഞാൻ കണ്ടതാണ്. അതായത് കുട്ടികൾക്ക് അത്രയേ അറിയൂ, അവരവിടം വരെ കണ്ടു, പിന്നെ അവർ കാണുന്ന വണ്ടി പൊട്ടിച്ചിതറുന്നതാണ്. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ച, അവസാനം ഞങ്ങൾ കണ്ടത് ഇതാണ്, ഈ ഉണ്ണി ഇങ്ങനെ പാല് കുടിക്കുവാനായിട്ട് വിശന്നിട്ട് കൈകാലിട്ട് ഇളക്കി കരയുവാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാല് വന്നിട്ട്, ഈ സോഫ്റ്റായിട്ടുള്ള മൃദുവായിട്ടുള്ള കാല് വന്ന് ആ ശകടത്തിൽ വന്ന് തട്ടുന്നത് ഞാൻ കണ്ടതാണ്. ആ സമയത്ത് അങ്ങനെ തട്ടിയപ്പോൾ വിപര്യഗാതിതീശ, വിപര്യഗാത ഇതി ഈശ, ഇങ്ങനെ 3 വാക്കുകൾ വരുന്നുണ്ട് അവിടെ. വിപര്യഗാത എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും അത് പൊട്ടി തകർന്നു ആ വണ്ടി. ഇതി ഇപ്രകാരം ഈശ, അല്ലയോ സർവേശ്വര, തേ പാലക ബാലക ജഗോ, തേ അങ്ങയുടെ പാലക ബാലക, അങ്ങയെ കാവലേൽപ്പിച്ചിട്ട് പോയത് ഏതൊരു ബാലകന്മാരെയാണോ ആ ബാലകന്മാർ ജഗോ പറഞ്ഞു. പാലക ബാലക, അതായത് അങ്ങയെ പാലിച്ചു പോന്ന ബാലകന്മാർ, ഈ ഭൂമിയെ മൊത്തം സൃഷ്ടിച്ച് പരിപാലിപ്പിക്കുന്ന അല്ലയോ ഭഗവാനെ, അവിടുത്തെ പാലിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട ആ ബാലകന്മാർ പറഞ്ഞു, അങ്ങയുടെ പിഞ്ചുപാദങ്ങൾ കൊണ്ട് തട്ടിയപ്പോൾ, ഒന്ന് മുട്ടിയപ്പോൾ തകർന്ന് തരിപ്പണമായി പോയതാണ് ഈ വണ്ടിയെന്ന്. നമ്മൾ പറയാറുണ്ട്, പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയാറുണ്ട്. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കള്ളത്തരം വരില്ല. അപ്പോൾ ഈ തന്നെയല്ല, ഈ പറഞ്ഞ കുട്ടികളെല്ലാം ഒരേ കഥ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്താണോ കണ്ടത് അതാണ് അവരിവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അവർ കള്ളമൊന്നും അല്ല പറഞ്ഞത്. എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾക്കത് വിശ്വസിക്കാവുന്നതുമല്ല. എങ്ങനെയാണ് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കാലൊന്ന് മുട്ടിയാൽ അല്ലെങ്കിൽ തട്ടിയാൽ ഇത്രയും വലിയൊരു വണ്ടി പൊട്ടിപ്പോവുകയെ, അതെങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് നമുക്ക് തോന്നും. നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണെങ്കിൽ പോലും കുട്ടികൾ തങ്ങളുടെ കണ്ണിന് മുന്നിൽ കണ്ടത് എന്താണോ അതാണിവിടെ സത്യസന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് എല്ലാ കുട്ടികളും പറഞ്ഞു, ഞാൻ കണ്ടു, ഞാൻ കണ്ടു. ഭഗവാനെ പാലിക്കുവാൻ നിർത്തിയ കുട്ടികൾക്കൊക്കെ പറയുവാൻ ഒറ്റ കഥയേ ഉണ്ടായിരുന്നുള്ളൂ, അവരൊക്കെ കണ്ട കഥ. ലോകത്തെ സംരക്ഷിക്കുന്ന അങ്ങയെ സംരക്ഷിക്കുവാൻ നിയുക്തരായ ബാലകരുടെ ഉള്ളിൽ അവർ നിർമ്മലരായിരുന്നു. കളങ്കമില്ലാതിരുന്നത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ മുൻപിൽ കണ്ട സത്യാവസ്ഥയാണ് അവരിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കുമാരകസ്യാസ്യ പയോധരാർത്ഥിന പ്രരോദനേ ലോലപദാംബുജാഹതം മയാ ദൃഷ്ടമനോ വിപര്യഗാദിതീശത്തെ പാലകബാലകാജഗോ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുമാരകസ്യാസ്യ, കുമാരകസ്യ അസ്യ, അവിടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെ പയോധരാർത്ഥിന, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ ലോലപദാംബുജാഹതം, ലോലപദാംബുജ ആഹതമാണ്, അകാരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് മൂന്നാമത്തെ പാദത്തിൻ്റെ അവസാനവും 4ാമത്തെ പാദവും കൂടി ചേർത്തിട്ട് ഒരു സമസ്തപദം വരുന്നുണ്ട്, വിപര്യഗാദിതീശ. അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക.
അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ വിപര്യഗാത്ത് എന്നവിടെ എടുത്തിട്ട് ഇതീശ എന്ന് താഴത്തെ വരിയിൽ എടുക്കുക. പിന്നെ അടുത്തത് ജഗു, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇത് ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. അത് അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.